ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റെസൊല്യൂട്ട് അക്കാഡമി. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ റീസണിംഗിൽ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ദാറ്റ് ഈസ് ഇനിക്വാലിറ്റീസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനിക്വാലിറ്റീസ് ടോപ്പിക് പൊതുവേ നമുക്ക് ബാങ്ക് എക്സാംസിലാണ് നമ്മൾ കാണുന്നത്. അത് പ്രിലിംസിലായാലും മെയിൻസിലായാലും അറൌണ്ട് 3 to 5 ക്വസ്റ്റൻസ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടാറുണ്ട്. ആൻഡ് ഇറ്റ്സ് എ വെരി സിമ്പിൾ ടോപ്പിക്. ഈ ടോപ്പിക്ക് മര്യാദയ്ക്ക് നമ്മൾ കൃത്യമായിട്ട് കൺസെപ്റ്റ്സ് പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസിലി ഈ ക്വസ്റ്റൻ സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ് 100% അക്യുറസിയോടെ. സോ ലെറ്റ്സ് ഗോ ആൻഡ് ലേൺ ദ കൺസെപ്റ്റ് ഹിയർ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് മേക്ക് ഷുവർ യു ഷെയർ ഇറ്റ് വിത്ത് മാക്സിമം നമ്പർ ഓഫ് പീപ്പിൾ. ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരുടെ ഈ വീഡിയോ കുറിച്ച് അറിയിക്കുക ആൻഡ് സോ ദാറ്റ് ദേ ക്യാൻ ഓൾസോ ഗെറ്റ് ദ ബെനിഫിറ്റ് ഓഫ് ഇറ്റ്. ആൻഡ് മേക്ക് ഷുവർ എവിടെയെങ്കിലും വീഡിയോയിൽ കാര്യങ്ങൾ മനസ്സിലാവുന്നില്ലെങ്കിൽ പോസ് ചെയ്തിട്ട് അതനുസരിച്ച് വീണ്ടും ഒരിക്കലും കേട്ടിട്ട് തന്നെ കൺസെപ്റ്റ് ക്ലിയർ ആക്കിയിട്ട് വേണം മുമ്പോട്ട് പോകാൻ. ഓക്കെ, സോ ഇനിക്വാലിറ്റീസിന്റെ ക്വസ്റ്റൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സേ ഫോർ എക്സാമ്പിൾ ഇവിടെ ഇതിൽ കിടക്കുന്ന പോലെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും, എന്നിട്ട് കുറച്ച് കൺക്ലൂഷൻസ് ഉണ്ടാവും. ബേസ്ഡ് ഓൺ ദ സ്റ്റേറ്റ്മെന്റ്സ് നിങ്ങൾക്ക് കൺക്ലൂഷൻ ശരിയാണോ തെറ്റാണോ എന്നാണ് പറയേണ്ടത്. ഓക്കെ, നൗ സി ഇനിക്വാലിറ്റീസ് 3 ടൈപ്പിന്റെ കൺക്ലൂഷൻസ് ഉണ്ട്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ലെസ് ദാൻ, പിന്നെ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു അല്ലെങ്കിൽ ലെസ് ദാൻ ഈക്വൽ ടു, എന്നിട്ട് മൂന്നാമത്തത് ഈക്വൽ ടു. അപ്പോൾ ഈ ഓരോ ടൈപ്പിന്റെ കൺക്ലൂഷൻസ് എങ്ങനെയാണ് ട്രൂ ആവുന്നത്, ഇതാണ് നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത്. അതിന്റെ കണ്ടീഷൻസ് ഒക്കെ എന്താണ്. ഓക്കെ, വി നീഡ് ടു ലേൺ ദാറ്റ്. സോ ഇപ്പൊ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്രേറ്റർ ദാൻ അല്ലെങ്കിൽ ലെസ് ദാന്റെ കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ, കൺക്ലൂഷനിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് ട്രൂ ആക്കുന്നതാണ്. സോ ലെറ്റ്സ് സി. നമുക്ക് ഫസ്റ്റ് കൺക്ലൂഷനിൽ മൂവ് ചെയ്യാം. ഫസ്റ്റ് കൺക്ലൂഷൻ എന്താ പറയുന്നത്? എക്സ് ഗ്രേറ്റർ ദാൻ ബി. ഇതിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ഇതിലുള്ള 2 എലിമെന്റ്സ് എന്താണ്? എക്സും ബിയും ആണ്. ഓക്കെ, അപ്പൊ സ്റ്റേറ്റ്മെന്റിൽ എക്സിന്ന് എക്സ് തൊട്ട് ബി വരെ എത്താൻ പറ്റുമെന്ന് നമ്മൾ നോക്കണം. ആദ്യം നമ്മൾ ആക്ച്വലി നമ്മളെ കൺക്ലൂഷനിൽ കിടക്കുന്ന 2 എലിമെന്റിൽ ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിൽ എത്താൻ പറ്റുമെന്ന് നോക്കണം. അതിൽ സ്റ്റാർട്ട് ചെയ്യേണ്ട എപ്പോഴും എവിടെ എന്ന് വെച്ചാൽ, ഈ മൗത്ത് എങ്ങോട്ടാണോ ഓപ്പൺ ആയിട്ടിരിക്കുന്നത്, ഈ മൗത്ത് ഓപ്പൺ ആയിട്ടിരിക്കുന്നത് എവിടെയാണ്? ഇപ്പം എക്സിന്റെ സൈഡിലോട്ടാണ്. അപ്പൊ എക്സിന്ന് ബിയിലോട്ടാണ് നമ്മൾ എത്താൻ പറ്റുമെന്ന് നോക്കേണ്ടത്. അതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറയേണ്ടത്, നമുക്കിപ്പോൾ ഇങ്ങനെ ഒരു സിമ്പിൾ ഉണ്ടെന്ന് വിചാരിച്ചോ, നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് എൻ്റർ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ എ ഗ്രേറ്റർ ദാൻ ബി എന്നാണ് കിടക്കണമെങ്കിൽ എ ടു ബി മൂവ് ചെയ്യാൻ പറ്റും, പക്ഷെ ബി ടു എ തിരിച്ചു വരാൻ പറ്റില്ല. ഇപ്പൊ ഇങ്ങനത്തെ ഒരു സിമ്പിൾ ആയാലും ഇപ്പൊ സി ഇങ്ങനെ കിടക്കുകയാണ്, ദെൻ ഓൾസോ ബി ടു സി പോകാൻ പറ്റും, പക്ഷെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. ഓക്കെ, അത് ഞാൻ എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തിനാണ് ഞാനത് പറഞ്ഞത്. സോ എപ്പോഴും ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ കൺക്ലൂഷൻ കാണുമ്പോൾ മൗത്ത് എങ്ങോട്ടാണോ ഓപ്പൺ ആയിട്ടിരിക്കുന്നത് ആ സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അടുത്ത സൈഡിലോട്ട്, അടുത്ത എലിമെന്റിലോട്ട് സ്റ്റേറ്റ്മെന്റിൽ എത്താൻ പറ്റുമെന്ന് നോക്കുക. അപ്പോൾ നമുക്ക് മൗത്ത് എക്സിന്റെ സൈഡിലോട്ടാണ്, എക്സിന്ന് ബിയിലോട്ട് എത്താൻ പറ്റുമെന്ന് നോക്കണം. എക്സിന്ന് വൈയിലോട്ട് എത്താൻ പറ്റില്ലേ? മൗത്ത് ഓപ്പൺ ആണ്. ഞാൻ ഇപ്പം പറഞ്ഞതുപോലെ ഈ സൈഡിൽ നിന്ന് എക്സിൽ നിന്ന് വൈയിലോട്ട് എത്താൻ പറ്റും, അതുപോലെ തന്നെ വൈന്ന് എയിലോട്ട് എത്താൻ പറ്റും, അതുപോലെ തന്നെ എന്ന് ബിയിലോട്ട് എത്താൻ പറ്റും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഓരോ പോയിന്റിൽ ഇങ്ങനെ എത്താൻ പറ്റും. ഇതിപ്പോൾ ഞാൻ എക്സാം പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു തരുന്നേ ഉള്ളൂ, പക്ഷെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ അത് പറയാൻ പറ്റും. എക്സിന്ന് ബി വരെ എത്താൻ പറ്റും. നമ്മൾ ഈ എത്താൻ പറ്റും നോക്കുന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ, ഇതിനിടയ്ക്ക് ഓപ്പോസിറ്റ് സിമ്പിൾസ് വല്ലതും ഉണ്ടായിരുന്നാൽ അവിടെ വെച്ച് നമുക്ക് പിന്നെ മുമ്പോട്ട് പ്രൊസീഡ് ചെയ്യാൻ പറ്റില്ല. സേ ഫോർ എക്സാമ്പിൾ ഇവിടെ ഇങ്ങനെ കിടന്നു വിചാരിച്ചോ, ഇപ്പൊ ഇങ്ങനെ ഓപ്പോസിറ്റ് ആകുമ്പോൾ ഇങ്ങോട്ട് ഇപ്പം ഇതിങ്ങനെ ഓപ്പൺ ആയിട്ടാണ്, ഇത് ഇങ്ങോട്ട് തിരിഞ്ഞു കിടക്കുകയാണ്. സോ ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല. സോ ആ കൺക്ലൂഷൻ അവിടെ വെച്ച് തന്നെ ഫോൾസ് ആവും. ഓക്കെ, സോ ഡയറക്ഷൻസ്, സിമ്പിൾസിന്റെ ഡയറക്ഷൻ എല്ലാം കറക്റ്റ് ആണോ നോക്കാൻ വേണ്ടിയാണ് നമ്മൾ എത്താൻ പറ്റുമോ നോക്കുന്നത്. അപ്പൊ എത്താൻ പറ്റുമെന്ന് നമുക്ക് ഉറപ്പായല്ലോ. അപ്പൊ അടുത്ത് നമ്മൾ ചിന്തിക്കേണ്ടത് ഇതിന്റെ കണ്ടീഷൻ, നമുക്ക് ഏത് കൺക്ലൂഷൻ ആണ് വേണ്ടത്? ഗ്രേറ്റർ ദാൻ എന്ന കൺക്ലൂഷൻ ആണ് വേണ്ടത്. സോ ഗ്രേറ്റർ ദാൻ എന്ന കൺക്ലൂഷൻ ട്രൂ ആവണമെങ്കിൽ അതിന്റെ കണ്ടീഷന് ഗ്രേറ്റർ ദാൻ അല്ലെങ്കിൽ ലെസ് ദാൻ എന്ന കൺക്ലൂഷൻ ട്രൂ ആവണമെങ്കിൽ നമ്മളെ കൺസേൺ 2 എലിമെന്റ് ഇല്ലേ, ഇവിടെ കൺസേൺ 2 എലിമെന്റ് ഏതാണ്? എക്സും ബി ആണ്. കൺസേൺ 2 എലിമെന്റിനിടയിൽ ഈ സിമ്പിൾ എന്ന് വെച്ചാൽ ഗ്രേറ്റർ ദാൻ അല്ലെങ്കിൽ ലെസ് ദാൻ അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും, അറ്റ്ലീസ്റ്റ് 1 ടൈം അത് അപ്പിയർ ചെയ്തിട്ടുണ്ടാവണം. അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും ഗ്രേറ്റർ ദാൻ അല്ലെങ്കിൽ ലെസ് ദാൻ എന്നുള്ള സിമ്പിൾ ഉണ്ടാവണം ആ 2 കൺസേൺഡ് എലിമെന്റിന് ഇടയിൽ. ഉണ്ടെങ്കിൽ നമ്മൾ ആ കൺക്ലൂഷൻ ട്രൂ ആണ്. ഒരു പ്രാവശ്യമെങ്കിലും ആ സിമ്പിൾ വന്നിട്ട് ബാക്കി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു വേറെ എന്ത് സിമ്പിൾ വന്നാലും ഒരു പ്രശ്നവും ഇല്ല. പക്ഷെ ഒരു പ്രാവശ്യമെങ്കിലും നമുക്കത് ഉണ്ടാവണം. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് എക്സിനും ബിക്കും ഇടയിൽ നമുക്ക് ഒരു പ്രാവശ്യമെങ്കിലും സിമ്പിൾ ഉണ്ടാവണമെന്നല്ലേ പറഞ്ഞത്. ഇവിടെ ഒരു പ്രാവശ്യം ഉണ്ട്, ഇവിടെ ഉണ്ട്. സോ മൊത്തത്തിൽ 2 പ്രാവശ്യം ഉണ്ട്. നമുക്ക് ഒരു പ്രാവശ്യമെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മുടെ കണ്ടീഷൻ എന്താണ്? സാറ്റിസ്ഫൈ ചെയ്യും. ആൻഡ് ഹെൻസ് വിൽ ഗെറ്റ് എ കൺക്ലൂഷൻ ട്രൂ. വളരെ എളുപ്പമല്ലേ? യെസ്, ലെറ്റ്സ് സി. അടുത്ത എക്സാമ്പിൾ നോക്കാം. ഇവിടെ മൗത്ത് എങ്ങോട്ടാണ് ഓപ്പൺ ആയിട്ടിരിക്കുന്നത്? വൈയുടെ സൈഡിലോട്ട്. അപ്പൊ വൈന്ന് നമ്മൾ ബിയിലോട്ടാണ് പോവേണ്ടത്. സ്റ്റേറ്റ്മെന്റിൽ വൈന്ന് ബിയിലോട്ട് പോകാൻ പറ്റുമെന്നാണ് നോക്കേണ്ടത്. സോ നമുക്കറിയാം വൈ ടു എ എത്താൻ പറ്റും, എ ടു ബി എത്താൻ പറ്റും. സോ ബേസിക്കലി വൈ ടു ബിയും എത്താൻ പറ്റും. ഇനി നമ്മൾ നോക്കേണ്ടത് എന്താണ്? വൈക്കും ബിക്കും ഇടയിൽ ഈ സിമ്പിൾ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടോ എന്നാണ്. സോ ഇവിടെ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ആണ്, അവിടെ ഇല്ല, പക്ഷെ ഇവിടെ ഉണ്ട്. ഓക്കെ, വൈക്കും ബിക്കും ഇടയിൽ മൊത്തത്തിൽ നമുക്ക് ആ സിമ്പിൾ ഒരു പ്രാവശ്യം ഉണ്ട്. ഹെൻസ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ആൻഡ് ദിസ് കൺക്ലൂഷൻ ഇസ് ട്രൂ. ഓക്കെ, ലാസ്റ്റ് എക്സ് വിത്ത് സി. ഓക്കെ, സോ മൗത്ത് എവിടെയാണ് ഓപ്പൺ ആയിട്ടിരിക്കുന്നത്? എക്സിന്റെ ഭാഗത്തോട്ടാണ് ഓപ്പൺ. അപ്പൊ എക്സ് തൊട്ട് സി വരെ എത്താൻ പറ്റുമെന്നാണ് നോക്കേണ്ടത്. സോ നമുക്ക് നോക്കാം. എക്സിന്ന് വൈയിലോട്ട് എത്താം, വൈന്ന് എയിലോട്ട് എത്താം, എന്ന് ബിയിലോട്ട് എത്താം, പക്ഷെ ബിന്ന് സിയിലോട്ട് പോകാൻ പറ്റുമോ? ബിന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല? സിയിലോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ അവിടെ വെച്ച് മുമ്പോട്ട് പ്രൊസീഡ് ചെയ്യാൻ പറ്റാതെ വന്നപ്പോൾ നമുക്ക് എന്താണ്? ഫ്രണ്ടിലോട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. സോ ദിസ് കൺക്ലൂഷൻ ഇസ് ഫോൾസ്.
ഓക്കെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദ കൺസെപ്റ്റ് ഹിയർ. സോ ഗ്രേറ്റർ ദാൻ അല്ലെങ്കിൽ ലെസ് ദാൻ എന്ന കൺക്ലൂഷൻ ട്രൂ ആവണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ആ രണ്ട് കൺസേൺഡ് എലിമെന്റ്സിനിടയിൽ നമുക്ക് ആ സിമ്പിൾ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാവണം. ഒരു പ്രാവശ്യം ഉണ്ടെങ്കിൽ നമ്മളെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവും. സോ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഒരു പോയിന്റ് അടുത്ത പോയിന്റിൽ എത്താൻ പറ്റുമെന്നാണ്. എത്താൻ പറ്റിയിട്ടുണ്ടെങ്കിലാണ് നമ്മൾ ആ സിമ്പിളിനനുസരിച്ചുള്ള നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ കൂടെ ചെയ്ത് നോക്കാം. ഇവിടെ ലെറ്റ്സ് സേ, സോ വീണ്ടും ഒരു കൺക്ലൂഷൻ കിടപ്പുണ്ട്. നമുക്ക് മൗത്ത് എവിടെ ഓപ്പൺ ആയിട്ടിരിക്കുന്നത്? ക്യൂയുടെ സൈഡിലോട്ട്. അപ്പോൾ ക്യൂന്ന് എയിലോട്ട് എത്താൻ പറ്റുമെന്നാണ് നോക്കേണ്ടത്. സോ ക്യൂന്ന് എങ്ങോട്ട് എത്താൻ പറ്റും നോക്കണം? എയിലോട്ട് എത്താൻ പറ്റും നോക്കണം. സോ ക്യൂ ടു സെഡ് എത്താൻ പറ്റും ആൻഡ് സെഡ് ടു എ എത്താൻ പറ്റും. അപ്പോൾ ക്യൂ ടു എയും എത്താൻ പറ്റും. ഓക്കെ, എത്താൻ പറ്റും. ഇനി നമുക്ക് നോക്കേണ്ടത് എന്താണ്? ഈ സിമ്പിൾ. ഓക്കെ, ആ സിമ്പിൾ ഒരു പ്രാവശ്യമെങ്കിലും അവർക്കിടയിൽ ഉണ്ടോ എന്നാണ്. സോ ക്യൂ ടു എക്ക് ഇടയിൽ ഈ സിമ്പിൾ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടോ എന്ന് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്രാവശ്യം ഉണ്ട്. ഓക്കെ, സോ ദിസ് കൺക്ലൂഷൻ ഇസ് ട്രൂ. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. സപ്പോസ് ഞാൻ ഇങ്ങനെ ഒരു കൺക്ലൂഷൻ തരാണ്. സേ ഫോർ എക്സാമ്പിൾ എ ലെസ് ദാൻ ക്യൂ. നിങ്ങൾ നോക്കിയിട്ട് പറഞ്ഞ ഈ കൺക്ലൂഷൻ തെറ്റാണോ ശരിയാണോ എന്ന്. ഇവിടെ നിന്ന് എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? മൗത്ത് എവിടെയാണ് ഓപ്പൺ ആയിട്ടിരിക്കുന്നത്? ക്യൂയുടെ സൈഡിലോട്ടാണ്. ക്യൂന്ന് എയിലോട്ട് വരാൻ പറ്റുമോ നമ്മൾ നോക്കി. ക്യൂ ടു സെഡ് അറിയാം, സെഡ് ടു എ നമ്മൾ ഈ പറഞ്ഞ സെയിം കാര്യം തന്നെയാണ്. ആൻഡ് നമുക്ക് പിന്നെ എന്താണ് ഈ പറയുന്ന സിമ്പിൾ ഗ്രേറ്റർ ദാൻ അല്ലെങ്കിൽ ലെസ് ദാൻ അതിനിടയ്ക്ക് ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. പക്ഷെ പലരും ഇപ്പം ചിന്തിക്കും, ഓക്കെ ഇത് ഇങ്ങോട്ട് തിരിഞ്ഞിടക്കുകയാണ്, ഇവിടെ കിടക്കുന്നത് ഇങ്ങോട്ട് തിരിഞ്ഞിടക്കുകയാണ്, അപ്പോൾ അത് തെറ്റാണ്. ഒരിക്കലും അല്ല. നമ്മൾ ആദ്യം എത്താൻ പറ്റുമെന്ന് നോക്കില്ല. ഇവിടെ ഇത് ക്യൂ ഗ്രേറ്റർ ദാൻ എ അല്ലേ? ക്യൂ ഗ്രേറ്റർ ദാൻ എ തന്നെയല്ലേ? ഇവിടെയും ഇത് ക്യൂ ഗ്രേറ്റർ ദാൻ എ തന്നെയല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് സിമ്പിൾ ആദ്യമേ കറക്റ്റ് ഓർഡറിലാണെന്ന് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി ആ സിമിലർ സിമ്പിൾ അത് പിന്നെ എങ്ങോട്ട് തിരിഞ്ഞു കിടക്കണം നോക്കേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി അവിടെ ഒരു ബ്ലോക്കേഡ് ഇല്ലെന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞു. സോ അവിടെ ജസ്റ്റ് ആ സിമ്പിൾ അതിനകത്ത് ഉണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. അത് എങ്ങോട്ട് തിരിഞ്ഞു കിടക്കണം നോക്കേണ്ട ആവശ്യം ഇല്ല. കാരണം രണ്ടിന്റെയും മീനിങ് ഒന്നാണ്. ഈ സിമ്പിൾ എങ്ങോട്ട് തിരിഞ്ഞു കിടക്കും സിമ്പിൾ ഈ എപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കണം. ഗ്രേറ്റർ ദാൻ എന്നിട്ട് ലെസ് ദാൻ ഇത് വിത്ത് റെസ്പെക്ട് ടു സംതിങ് ആണ്. ഇവിടെ വിത്ത് റെസ്പെക്ട് ടു എ ക്യൂ ഗ്രേറ്റർ ആണ്, ഇവിടെയും വിത്ത് റെസ്പെക്ട് ടു എ ക്യൂ ഗ്രേറ്റർ ആണ്. സോ അത് സെയിം തന്നെയാണ് ഇവിടെ വിത്ത് റെസ്പെക്ട് ടു എ ക്യൂ ഗ്രേറ്റർ ആണ്. ഓക്കെ, സോ ഇവിടെ ഇത് വന്നാലും ഇത് ട്രൂ ആണ്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഇനി രണ്ടാമത്തത്, മൗത്ത് എവിടെയാണ് ഓപ്പൺ ആയിട്ടുള്ള? എക്സിൽ നിന്ന് ബിയിലോട്ട് എത്താൻ പറ്റുമെന്ന് നോക്കുക. എക്സിൽ ബിയിലോട്ട് എത്താൻ നോക്കുമ്പോൾ എക്സ് ഇവിടെ കിടക്കുന്നു ആൻഡ് ബി ഇവിടെ ഉണ്ട്. എക്സിൽ നിന്ന് ബിയിലോട്ട് എത്താൻ പറ്റുമെന്ന് നോക്കണം. സോ എക്സ് ടു സി എത്താൻ പറ്റും, സി ടു ബി എത്താൻ പറ്റും. അപ്പോൾ ബേസിക്കലി എക്സ് ടു ബി എത്താൻ പറ്റും. ഇനി നമ്മൾ നോക്കേണ്ടത് എന്താണ്? ഈ സിമ്പിൾ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ സെയിം കേസാണ്. ഇവിടെ സിമ്പിൾസ് മാത്രം നോക്കുമ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിരിക്കുന്ന പോലെ തോന്നും. പക്ഷേ നമുക്ക് വിത്ത് റെസ്പെക്ട് ടു ബി എക്സ് ഗ്രേറ്റർ ആണ്, ഇവിടെയും വിത്ത് റെസ്പെക്ട് ടു ബി എക്സ് ഗ്രേറ്റർ ആണ്. സോ ഈ സിമ്പിൾ ഇതേപോലത്തെ ഒരു സിമ്പിൾ അതിനകത്ത് ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. ഒരു പ്രാവശ്യം ഉണ്ടല്ലോ. സോ ദിസ് കൺക്ലൂഷൻ ഈസ് ഓൾസോ ട്രൂ. ഇനി നമുക്ക് മൗത്ത് ഓപ്പൺ ക്യൂയുടെ സൈഡാണ്. അപ്പോൾ ക്യൂ ടു ബി ആണ് എത്താൻ പറ്റും നോക്കേണ്ടത്. സോ ഈ കേസിൽ ക്യൂ ടു ബി എത്താൻ പറ്റും നോക്കുക. ക്യൂ ടു സെഡ് പറ്റും, സെഡ് ടു എ പറ്റും, എ ടു ബി പറ്റും. അപ്പോൾ ക്യൂ ടു ബിയും പറ്റും. ഇനി നമുക്ക് എന്താണ് നോക്കേണ്ടത്? ഈ സിമ്പിൾ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്, രണ്ട് പ്രാവശ്യം ഉണ്ട്. സോ ദിസ് കൺക്ലൂഷൻ ഈസ് ഓൾസോ ട്രൂ. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. സോ നമുക്ക് ഇനീക്വാളിറ്റീസിന്റെ കൺക്ലൂഷൻസിന്റെ ഫസ്റ്റ് റൂൾ ആണ് നമ്മൾ പഠിച്ചത്. എന്ന് വെച്ചാൽ ഗ്രേറ്റർ ദാൻ അല്ലെങ്കിൽ ലെസ് ദാൻ എന്നുള്ള കൺക്ലൂഷൻ ട്രൂ ആവണമെങ്കിൽ എന്ത് വേണം? നമ്മളെ കൺസേൺഡ് രണ്ട് എലിമെന്റിന്റെ ഇടയിൽ ആ സിമ്പിൾ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാവണം. ഒരു പ്രാവശ്യം ഉണ്ടെങ്കിൽ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയി നമ്മളെ കൺക്ലൂഷൻ ട്രൂ ആവും. ഓക്കെ, അതിന് മുമ്പ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഒരു പോയിന്റിൽ അടുത്ത പോയിന്റിൽ എത്താൻ പറ്റുമെന്നാണ്. അത് ചെക്ക് ചെയ്തിട്ട് വേണം ഈ കൺക്ലൂഷന്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, സോ അടുത്ത വീഡിയോയിൽ ഞാൻ അടുത്ത ടൈപ്പുമായിട്ട് വരും. സോ ടിൽ ദെൻ പ്ലീസ് മേക്ക് ഷുവർ ഈ കൺസെപ്റ്റ് നന്നായിട്ട് പഠിച്ചു വെക്കുക. And in the next video, we will try and learn the next concept. Okay. So thank you all of you. We will see you in the next class. Thank you. Bye-bye.